നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കഴിയുന്നതും നിങ്ങളുടെ വീട്ടിൽ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വിവേചനം നിർത്തലാക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകുക. അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ള ഒരു കഴിവ് നൽകുക. പ്രതികരിക്കാനുള്ള കഴിവ് നൽകുക. ധൈര്യവതികളായിട്ട് വളർത്തുക. പിന്നെ കല്യാണത്തിന് സ്വർണം വാരിക്കൂട്ടി ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ വിടാതിരിക്കുക. അത്യാവശ്യമുള്ള 1-2 മാല, അതുപോലെയുള്ള വളകൾ. അതുമാത്രമല്ല, ഇത്രയും പട്ടുനൂൽ പുഴുക്കളെ ചുട്ട് നശിപ്പിച്ചുണ്ടാക്കുന്ന പട്ട് സാരികൾ അവ ഉപേക്ഷിച്ച് നല്ല കോട്ടൺ സാരികളോ അങ്ങനെയുള്ള സാരികളോ കല്യാണത്തിന് ഉപയോഗിക്കുക. എന്തിനാണ് ഈ വിവാഹ മാമാങ്കം നടത്തുന്നത്? അതുവഴി ചെന്ന് കയറുമ്പോൾ കാറും ലക്ഷങ്ങളും കോടികളും കൊടുത്ത് സ്വർണ്ണാഭരണങ്ങളും കിലോ കണക്കിന് കൊടുത്ത് നിങ്ങൾ അയക്കുന്ന പെൺകുട്ടി അവിടെ നല്ല സംതൃപ്തിയോടെ ജീവിക്കുന്നുണ്ടോ എന്നിടയ്ക്കെങ്കിലും നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുട്ടിയെ തിരിച്ച് വിളിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇല്ലാതെ അത് അനുഭവിക്കേണ്ടതാണ്. ഒരു ഭാര്യയായാൽ ഒരു സ്ത്രീയായാൽ എല്ലാം അനുഭവിക്കണം എന്ന് പറയുകയല്ല വേണ്ടത്. അത് നിങ്ങൾ ചെയ്താൽ ഈ പല മരണങ്ങളും, ഈ വധുക്കളുടെ മരണങ്ങളും അതുപോലെ ആത്മഹത്യകളും നിർത്താൻ കഴിയും. ഒന്നോർക്കൂ, പെണ്ണും ആണും തുല്യരാണ്. ഒരു കല്യാണ വീട്ടിലേക്ക് അയക്കുക അങ്ങനെയുള്ളൊരു വേർഡ് തന്നെ മാറ്റിവെക്കൂ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുക. അവൾ താമസിക്കുന്നത് സെപ്പറേറ്റഡായിട്ട് എവിടെയെങ്കിലും ആകട്ടെ, അവൾക്കൊരു പറ്റുന്നില്ല, അവളുടെ ഭർതൃഗൃഹത്തിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ തിരിച്ചു വരികയോ അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയുമായിട്ട് സെപ്പറേറ്റായിട്ട് താമസിക്കുകയോ ചെയ്യട്ടെ. ഇല്ലാതെ നിങ്ങൾ അവളുടെ എല്ലാ കാര്യങ്ങളിലും ചെറുക്കൻ്റെ വീട്ടുകാരായാലും പെണ്ണിൻ്റെ വീട്ടുകാരായാലും ഇടപെടരുത്. അവർ വളർന്നവരാണ്, അഡൾട്ട്സാണ്. അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും അവർക്ക് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാനും കഴിയും. അതിനാവശ്യമില്ലാതെ ഈ അമ്മായി അപ്പന്മാരും അമ്മായി അമ്മമാരും ഇടപെടുന്നത് മൂലമാണ് പല ആത്മഹത്യകളും കൊലപാതകങ്ങളും നടക്കുന്നത്. അത് നിർത്തൂ. അവർ സ്വതന്ത്രരാകട്ടെ.